السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ബഹുമാനരായ നേതാക്കളെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അല്ലാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യാനുമുള്ള സാഹചര്യം നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുന്നു. സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കാലിക പ്രസക്തമായ ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ട ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയിലാണ് നാം ഏവരും ഇപ്പോഴുള്ളത്. സമൂഹ സംസ്കരണം ധാർമ്മികതയിലൂടെ എന്ന മഹത്തായ ഒരു വിഷയമാണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ഇപ്രാവശ്യം ക്യാമ്പയിൻ പ്രമേയമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മാനവ സമൂഹത്തിന്റെ സംസ്കരണം ലോകം ആഗ്രഹിക്കുന്നതും ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായതുമാണ്. സംസ്കരണം എന്നത് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് സമർപ്പിച്ച മഹത്തായ ഒരു ഗുണം കൂടിയാണ്. ആ സംസ്കരണം എങ്ങനെയാണ് സാധ്യമാവുന്നത് എന്നതിന് പ്രവാചകന്മാർ തന്നെ മാതൃകയുമാണ്. മനുഷ്യൻ നന്നാകണം എന്ന കാര്യത്തിൽ ലോകത്താർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സമൂഹം പരിവർത്തനമാകണം, മാറ്റപ്പെടണം, സംസ്കൃതരാകണം, ഔന്നത്യമുള്ളവരാകണം എന്ന കാര്യത്തിൽ ആരും എതിരഭിപ്രായം പറയുകയില്ല. എന്നാൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ മാറ്റം?
എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ പരിവർത്തനം? അത് സാധ്യമാകാനുള്ള മാർഗം എന്താണ് എന്ന കാര്യം അന്വേഷിക്കുമ്പോൾ അതിൽ ജനം ഭിന്നരാകുന്നു, ഭിന്നിക്കുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യൻ തന്നെ സ്വയം മനുഷ്യനെ സംസ്കരിക്കുവാൻ ആവശ്യമായത് കണ്ടെത്താമെന്ന് വ്യാമോഹിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വന്തമായി മെനഞ്ഞെടുക്കാമെന്ന് ആഗ്രഹിച്ചവരും സ്വന്തം ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് സംസ്കൃത മാനങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തിയവരുമൊക്കെ ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ സംസ്കരണം അടിസ്ഥാനപരമായി ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ വ്യക്തമായൊരു മാർഗനിർദ്ദേശം കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രഥമമായതും പ്രധാനപ്പെട്ടതും ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യനും തന്റെ അടിമത്തഭാവം മനസ്സിലാക്കണമെന്നതാണ്. താൻ അടിമ മാത്രമാണ്, തനിക്കൊരു യജമാനനുണ്ട്, തന്നെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട്, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നത് മനസ്സിലാക്കലാണ് അടിസ്ഥാനപരമായി മനുഷ്യ സംസ്കരണത്തിന് ആവശ്യമായത്. ആ നാഥനെ മാത്രം ആരാധിക്കണം, ആ സൃഷ്ടാവിനെ മാത്രം പൂജിക്കണം, ആ സൃഷ്ടാവിനെ മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം എന്നതാണ് ഒരു മനുഷ്യന് ഐഹിക ലോകത്ത് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. പലപ്പോഴും മനുഷ്യൻ വിസ്മരിക്കുകയും മറന്നുപോവുകയും അതുവഴി അധാർമികതയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യോൽപത്തി മുതൽ, മനുഷ്യന്റെ തുടക്കം മുതൽ മാനവ സമൂഹത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അത് അവർക്ക് ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സംസ്കരണം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനാൽ നിയോഗിതരായ പ്രവാചകന്മാർ മാനവ സമൂഹത്തിന്റെ സംസ്കാരം പഠിപ്പിച്ചപ്പോൾ, മാനവ സമൂഹത്തിന്റെ സംസ്കരണം ഉദ്ദേശിച്ചപ്പോൾ അടിസ്ഥാനപരമായി പ്രവാചകന്മാർ ഒന്നടങ്കം ഈ സമൂഹത്തോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ഈ സന്ദേശമാണ് ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും ഉറക്കെ പ്രഖ്യാപിച്ചത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ പ്രവാചകന്മാർ എന്ന പേരിൽ തന്നെ ഖുർആനിൽ അടക്കം ചെയ്യപ്പെട്ട അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക, ഓ പ്രവാചകരെ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകരിലേക്ക് വഹ്യ് നൽകിയിട്ടല്ലാതെ, ബോധനം നൽകിയിട്ടല്ലാതെ. എന്താണ് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കകിലും ബോധനം നൽകപ്പെട്ട കാര്യം? അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലാ